ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ടീച്ചർ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷത്തോടെയാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ ഈ പുഞ്ചിരിച്ച മുഖം കാണുമ്പോൾ ടീച്ചറിന് എന്ത് സന്തോഷമാണെന്നോ? നല്ലവനായ ദൈവം പുതിയൊരു പ്രഭാതം കൂടി നൽകി നമ്മളെ അനുഗ്രഹിച്ചു അല്ലേ? പുതിയൊരു ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവരും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടാണോ ഈ ദിവസം ആരംഭിച്ചത്? എല്ലാവരും ദൈവത്തോട് നന്ദി പറഞ്ഞോ? പറയാത്തവരെന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഇതൊരു ശീലമാക്കണം. നമ്മൾ എഴുന്നേറ്റ ഉടനെ കുരിശ് വരച്ച് പുതിയൊരു പ്രഭാതം തന്ന നല്ലവനായ തമ്പുരാന് നന്ദി പറഞ്ഞ് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. എന്നിട്ട് മാത്രമേ നമ്മുടെ മറ്റു പരിപാടികളിലേക്ക് നമ്മൾ കടക്കാൻ പാടുള്ളൂ. ഇനി ഇതെല്ലാവരും ചെയ്യില്ലേ? ചെയ്യുമെന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ്. ഇന്ന് ടീച്ചർ നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ വചനം അവതരിപ്പിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിലെ 10-ാം വാക്യമാണ് നിങ്ങളുടെ മുന്നിൽ ടീച്ചർ അവതരിപ്പിക്കുന്നത്. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. നമ്മളിവിടെ എന്താണ് ഈ വചനത്തിലൂടെ കേട്ടത്? കർത്താവിൻ്റെ അചഞ്ചലമായ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. നമ്മളെ ഒരിക്കലും പിരിയാത്ത സ്നേഹം. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും നമ്മളോട് കൂടെയുണ്ട്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്ന എല്ലാവരും ഒന്ന് കൈകൾ പൊക്കിക്കേ. എല്ലാവരും വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ടീച്ചർ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്ന ഉറപ്പുള്ളവരൊന്ന് കൈകൾ പൊക്കിക്കേ. കുറച്ച് കൈകളൊക്കെ പൊങ്ങാൻ മടിക്കുന്നതായിട്ട് ടീച്ചർ കണ്ടു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ഉറപ്പുള്ള ചിലരുണ്ടല്ലേ? എന്നാൽ അവരോട് ടീച്ചർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ. ദൈവത്തെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ? അവരെ അനുസരിക്കുന്നുണ്ടോ? അവരെ സഹായിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ? അവർക്ക് നന്മ ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ പ്രകടനമാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കും, അവർക്ക് നന്മ ചെയ്യും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറഞ്ഞു നിൽക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തിരിച്ചങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൽ ആഴപ്പെടുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനുമുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ. ഈ നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളാക്കി അങ്ങ് മാറ്റണമേ. പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിത്യം മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ 9-ാം പാഠമാണ് കണ്ടത്. 9-ാം പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ഇവൻ എൻ്റെ പ്രിയപുത്രൻ അല്ലേ? അതല്ലേ 9-ാം പാഠത്തിൻ്റെ പേര്. അതിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ഇന്ന് നമ്മൾ ബാക്കി ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുന്നേ ടീച്ചർ നിങ്ങൾക്ക് ഒരു ചിത്രം പരിചയപ്പെടുത്തട്ടെ. ഈ ചിത്രത്തിലേക്ക് എല്ലാവരും ഒന്ന് നോക്കിക്കേ. എന്ത് ചിത്രമാണ്? അവിടെ ആരൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? ബാലനായ ഈശോയെ കാണുന്നുണ്ടല്ലേ? ഈശോയും മാതാവും യവസേ പിതാവുമാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. ഈശോ അവിടെ എന്താണ് ചെയ്യുന്നത്? മാതാവ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കുന്ന ബാലനായ യേശുവിൻ്റെ ചിത്രമാണ് ഇത്. ഇനി ടീച്ചർ മറ്റൊരു ചിത്രം കാണിക്കാം. 2ാമത്തെ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ബാലനായ ഈശോ എന്തു ചെയ്യുകയാണ്? യവസേ പിതാവിനെ സഹായിക്കുന്ന ചിത്രം. നമ്മൾക്കറിയാം, യവസേ പിതാവ് ഒരു മരപ്പണിക്കാരനായിരുന്നു. എന്നാൽ ബാലനായ യേശു യവസേ പിതാവിനെ തൻ്റെ ജോലികളിൽ സഹായിക്കുന്ന ചിത്രമാണ് നമ്മളിവിടെ കണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഈശോ ആരാണ്? ദൈവപുത്രനാണെന്ന് പഠിച്ചു.
ദൈവപുത്രനായ ഈശോ എന്തു ചെയ്യുകയാണ്? മാതാപിതാക്കളെ അനുസരിച്ച് അവരെ സഹായിച്ച് ജീവിക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ഈശോയ്ക്ക് ചിന്തിക്കാമായിരുന്നു, ഞാൻ ദൈവപുത്രനല്ലേ, ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷെ ഈശോ എന്താണ് ചെയ്തത്? മാതാപിതാക്കളെ അനുസരിച്ച് അവരെ സഹായിച്ച് ജീവിച്ചു. ഈശോ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു എന്നാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. ടീച്ചർ ഒരു ചെറിയ വചനം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യമാണ് ടീച്ചർ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. ഈശോ ശരിയായ അറിവിലും പ്രായത്തിൻ്റെതായ പക്വതയിലും അതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്കും ദൈവത്തിനും പ്രീതികരമായും ജീവിച്ചു. കുട്ടികളായ നമ്മൾ ഓരോരുത്തരും ഈശോയുടെ അനുകരിക്കേണ്ട മാതൃകയാണിത്. മാതാപിതാക്കന്മാർക്ക് വിധേയരായി അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മിടുക്കരായി ഈശോയ്ക്കും മാതാപിതാക്കന്മാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മക്കളായിട്ട് ജീവിക്കുവാൻ നമ്മൾക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ ഈശോ നസ്രത്തിൽ മറിയത്തോടും യൗസേപ്പിതാവിനോടുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഈശോയ്ക്ക് 30 വയസ്സായി. അപ്പോഴാണ് ഒരാൾ കടന്നു വരുന്നത്. ആരാണെന്നല്ലേ? ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. ആരാന്ന് മനസ്സിലായോ? കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടിരുന്നു. കുറേ പേര് ഇവിടെ പറയുന്നുണ്ട് സ്നാപക യോഹന്നാൻ എന്ന്. അതെ, സ്നാപക യോഹന്നാൻ്റെ ചിത്രമാണ് ടീച്ചർ ഇവിടെ കാണിച്ചത്. അടുത്ത ചിത്രത്തിൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ വ്യക്തമാകും. സ്നാപക യോഹന്നാൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നുവെന്നാണ് ടീച്ചർ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതി എന്തായിരുന്നു? അദ്ദേഹം ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നുവെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെയോ അരയിൽ തോൽപ്പട്ട ചുറ്റിയിരുന്നു. നിങ്ങൾ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം എന്തായിരുന്നുവെന്നാണ് ടീച്ചർ പറഞ്ഞത്. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം. ഇത് മാത്രമാണോ ടീച്ചർ സ്നാപക യോഹന്നാനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? വേറെ എന്താ പറഞ്ഞു തന്നേ? സ്നാപക യോഹന്നാൻ എങ്ങനെ കടന്നു വന്നു എന്നാ ടീച്ചർ പറഞ്ഞത്? മാനസാന്തരത്തിൻ്റെ സന്ദേശം പ്രസംഗിച്ചുകൊണ്ടാണ് ആര് കടന്നു വന്നത്? സ്നാപക യോഹന്നാൻ കടന്നു വരുന്നത്. അദ്ദേഹം യോർദാൻ നദിയിൽ വച്ച് മാനസാന്തരത്തിൻ്റെ മാമോദീസ നൽകുകയുണ്ടായി. അദ്ദേഹം യോർദാൻ നദിയിൽ വച്ച് മാനസാന്തരത്തിൻ്റെ മാമോദീസ നൽകുകയുണ്ടായി. അദ്ദേഹം നമ്മൾക്കറിയാം ഈശോയ്ക്ക് മുന്നേ കടന്നു വന്നവനാണ്. ഈശോയുടെ കടന്നുവരവിനായിട്ട് ജനങ്ങളെ ഒരുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എങ്ങനെയാണ് ജനങ്ങൾ ഒരുങ്ങേണ്ടിയിരുന്നത്? അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ച്. അങ്ങനെ ഈശോയുടെ കടന്നുവരവിനായിട്ട് ജനങ്ങളെ ഒരുക്കിയവനാണ് ആര്? എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ആരാണ്? സ്നാപക യോഹന്നാൻ. പിന്നീട് നമ്മൾ കാണുന്നത് ഈശോയുടെ കടന്നുവരവാണ്. ഈശോ എന്തിനാണ് സ്നാപക യോഹന്നാൻ്റെ അടുത്തെത്തുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈശോയ്ക്ക് മാമോദീസ സ്വീകരിക്കണം. സ്നാപക യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കാനായിട്ടാണ് ഈശോ കടന്നു വരുന്നത്. അപ്പോൾ സ്നാപക യോഹന്നാൻ ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ നിന്റെ അടുക്കൽ വരേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞു, ഇപ്പോൾ നീ ഇത് സമ്മതിക്കുക, അങ്ങനെ സകല നീതിയും പൂർത്തിയാക്കുക. അങ്ങനെ സ്നാപക യോഹന്നാൻ എന്ത് ചെയ്യുകയാണ്? ഈശോയ്ക്ക് മാമോദീസ നൽകുകയാണ്. അങ്ങനെ മാമോദീസ സ്വീകരിച്ച ഈശോ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറുകയാണ്. പെട്ടെന്ന് എന്താണെന്ന് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വരുന്നു. പെട്ടെന്ന് സ്വർഗം തുറക്കപ്പെടുകയാണ്. ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്നല്ലേ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. ഇനി നമുക്ക് ഈ സംഭവം ഒരു വീഡിയോ ആയിട്ട് കണ്ടാലോ? എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധാപൂർവം കാണുക. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം.
I baptize thee, having authority from the Almighty God, as a testimony that ye have entered into a covenant to serve him. I have need to be baptized of thee. Comest thou to me? Suffer it to be so now. For thus it becometh us to fulfill all righteousness. I baptize thee, having authority from the Almighty God, as a testimony that ye have entered into a covenant to serve him. This is my beloved Son, in whom I am well pleased. നമ്മൾ എന്താണ് ഈ വീഡിയോയിൽ കണ്ടത്? ഈശോ സ്നാപക യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുന്നതാണ്. പെട്ടെന്ന് സ്വർഗം തുറക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയിലേക്ക് ഇറങ്ങി വരുന്നതും നമ്മൾ കണ്ടു. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നുണ്ടാകുന്ന സ്വരം എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം കേൾക്കുകയാണ്. ഇനി നമ്മൾ ജനുവരി 6-ാം തീയതി ദനഹാ തിരുനാളായിട്ട് ആചരിക്കുകയാണ്. എന്താണെന്നല്ലേ ദനഹാ തിരുനാൾ? ഈശോയുടെ മാമോദീസ അനുസ്മരിക്കുന്ന തിരുനാളാണ് ദനഹാ തിരുനാൾ. എന്നാണത്? ജനുവരി 6-ാം തീയതി. അന്ന് കടമുള്ള ദിവസമാണ്. എല്ലാവരും വിശുദ്ധ കുർബാനയിൽ നിർബന്ധമായിട്ടും സംബന്ധിക്കേണ്ട ദിവസം. നമുക്കറിയാം, സ്വർഗത്തിൽ നിന്ന് കേട്ട സ്വരം എന്തായിരുന്നു? ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള സ്വരം. ഇതിലൂടെ ദൈവം എന്താണ് വെളിപ്പെടുത്തുന്നത്? ഈശോ ദൈവത്തിൻ്റെ പ്രിയപുത്രനാണെന്നുള്ള കാര്യമാണ് ദൈവം അതിലൂടെ വെളിപ്പെടുത്തിയത്. നമ്മൾക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇതേപോലെ തന്നെ മാമോദീസായിലൂടെ നമ്മളും ആരായിത്തീരുന്നു? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവമക്കളായിത്തീരുന്നു. മാമോദീസായിലൂടെ മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളായിത്തീരുന്നു. ഇനി നമുക്ക് ഒരു ബൈബിൾ വചനം പഠിച്ചാലോ? ഈ ഭാഗത്ത് കണ്ട വചനം തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യമാണ് ടീച്ചർ വായിക്കാൻ പോകുന്നത്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പിപ്പിടിച്ച് നിന്നേ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മൾ ഏത് വചനമാണ് കേട്ടത്? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം. എന്താണ് അതിൽ പറയുന്നത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന വചനമാണ് കേട്ടത്. ഇനി നമുക്ക് ഒരു പാട്ട് കേട്ടാലോ? ഈ പാട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള പാട്ടാണ്. ഇതെല്ലാവരും കേട്ടിട്ട് കാണാതെ പഠിച്ചിട്ട് നിങ്ങളുടെ പപ്പായും മമ്മിയും പാടിക്കേൽപ്പിക്കണം. നമ്മൾക്ക് ഈ പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. സ്നാപകനിൽ നിന്നാസുദിനെ മാമോദീസ കൈക്കൊണ്ട ദൈവസുതാമമ രാജാവേ, ഞങ്ങൾ നിന്നെ നമിക്കുന്നു, ഞങ്ങൾ നിന്നെ നമിക്കുന്നു.
സ്നാപകനിൽ നിന്നാസുദിനെ മാമോദീസ കൈക്കൊണ്ട ദൈവസുതാ മമ രാജാവേ, ഞങ്ങൾ നിന്നെ നമിക്കുന്നു, ഞങ്ങൾ നിന്നെ നമിക്കുന്നു. മാമോദീസ വഴി നമ്മെ ദൈവിക മക്കളാക്കിയൊരാ ദൈവപിതാവിൻ സ്നേഹത്തെ മഞ്ഞിൽ വാഴ്ത്തി പാടിടാം, മഞ്ഞിൽ വാഴ്ത്തി പാടിടാം. മാമോദീസ വഴി നമ്മെ ദൈവിക മക്കളാക്കിയൊരാ ദൈവപിതാവിൻ സ്നേഹത്തെ മഞ്ഞിൽ വാഴ്ത്തി പാടിടാം, മഞ്ഞിൽ വാഴ്ത്തി പാടിടാം. എല്ലാവരും പാട്ടൊക്കെ കേട്ട് സന്തോഷത്തോടെ ഇരിക്കുമല്ലേ? എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? ഇനി നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും പാട്ടൊക്കെ കേട്ടില്ലേ? പാട്ടൊക്കെ ഇഷ്ടമായില്ലേ? പപ്പായും മമ്മീനെയും പാടി കേൾപ്പിക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി പിടിച്ച് നിൽക്കണം. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നുവെന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ, കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരും ഇരുന്നോ? എല്ലാവരും പ്രാർത്ഥിച്ചു അല്ലേ? എങ്കിൽ ടീച്ചർ നിങ്ങൾക്ക് 2 ഹോംവർക്ക് തരാൻ പോവുകയാണ്. പേജ് നമ്പർ 43 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമുണ്ട്. എന്താണെന്നല്ലേ? നിറം കൊടുത്ത് മനോഹരമാക്കാനുള്ള പ്രവർത്തനം. അവിടെ ഈശോയുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്ന ചിത്രമുണ്ട്. നിങ്ങൾ അതെന്ത് ചെയ്യണം? നിറം കൊടുത്ത് മനോഹരമാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസ് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രവർത്തനം കൂടി നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അതിൻ്റെ തൊട്ടു താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വചനം ഭാഗം പൂർത്തിയാക്കാനുള്ള പ്രവർത്തനം. അവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ പഠിച്ച വചനം. മത്തായിയുടെ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തിലെ 17-ാം വാക്യം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള വചനഭാഗം. അവിടെ കുറച്ച് ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അത് നിങ്ങൾ പൂർത്തിയാക്കി മനോഹരമായിട്ട് എഴുതിയിട്ട് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. എല്ലാവരും ഹോംവർക്കൊക്കെ ചെയ്ത് മിടുക്കന്മാരാകണം കേട്ടോ. എല്ലാവരും ഹോംവർക്ക് ചെയ്യില്ലേ? അടുത്തതായിട്ട് ഇനി നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സൊക്കെ കേട്ട് ക്ലാസ്സൊക്കെ മനസ്സിലായെന്നാണ് ടീച്ചർ വിശ്വസിക്കുന്നത്. എങ്കിൽ അതൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ? ടീച്ചർ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഉത്തരം അറിയാവുന്നവർ ചാടി പറയണം. അറിയത്തില്ലാത്തവർ എന്ത് ചെയ്യണം? ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സ്നാപക യോഹന്നാൻ ആരായിരുന്നു? ഉത്തരം കിട്ടിയ എല്ലാവർക്കും? കിട്ടാത്തവർ ടീച്ചർ പറഞ്ഞതുപോലെ ചെയ്യണം കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്: ഈശോ മാമോദീസ സ്വീകരിച്ചത് ആരിൽ നിന്ന്? മൂന്നാമത്തെ ചോദ്യം: ഈശോയുടെ മാമോദീസ സമയത്ത് സ്വർഗത്തിൽ നിന്ന് കേട്ട സ്വരം എന്ത്? എല്ലാവർക്കും ഉത്തരമൊക്കെ കിട്ടിയോ? കിട്ടാത്തവരെ ഉത്തരം കണ്ടുപിടിക്കണേ. ഇനി നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിനു മുന്നേ നമ്മൾ ഇവിടെ നിന്ന് ഒരു തീരുമാനമൊക്കെ എടുത്ത് മിടുക്കരായിട്ട് വേണം പോകുവാൻ. തീരുമാനം എന്തെന്നല്ലേ ടീച്ചർ പറഞ്ഞു തരാം. അതനുസരിച്ച് നിങ്ങൾ ചെയ്യണം. ദൈവപുത്രനായ ഈശോയെ പോലെ ഞാനും ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട മകനായിട്ട് ജീവിക്കുമെന്നുള്ള തീരുമാനം. എന്താണ്? ദൈവപുത്രനായ ഈശോയെ പോലെ ഞാനും ദൈവത്തിന് ഇഷ്ടപ്പെട്ട മകനായിട്ട് ജീവിക്കുമെന്നുള്ള തീരുമാനം. എല്ലാവരും തീരുമാനമൊക്കെ മനസ്സിൽ ഉറപ്പിച്ചോ? ഉറപ്പിച്ചാൽ മാത്രം പോരാ, അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. ജീവിതത്തെ ക്രമീകരിക്കണം. ഈ പാഠത്തിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തു ബോധ്യമാണ് നിങ്ങൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്? ഈശോ ദൈവപുത്രനാണെന്നുള്ള കാര്യം അത് വചനഭാഗത്ത് സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ആ ബോധ്യം ഉൾക്കൊള്ളണം. അതോടൊപ്പം തന്നെ മാമോദീസായിലൂടെ നമ്മൾ ആരായിത്തീരുന്നുവെന്നാണ് ടീച്ചർ പറഞ്ഞത്. നമ്മൾ ദൈവമക്കളായി തീരുന്നുവെന്നുള്ള കാര്യം അതും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം. പിന്നെയോ ഈ പാഠം പഠിക്കുന്നതിലൂടെ നമ്മൾ കുറച്ച് ശീലങ്ങളൊക്കെ കൈവരിക്കണം. എന്താണെന്നല്ലേ? ഈശോ എങ്ങനെ വളർന്നുവെന്നാണ് ടീച്ചർ പറഞ്ഞത്? ഈശോ ജ്ഞാനത്തിലും
പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നുവെന്നാണ് ടീച്ചർ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മളും ഈശോയെ പോലെ മാതാപിതാക്കളെ അനുസരിച്ച് അവർക്ക് നന്മ ചെയ്ത് അവരെ സഹായിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവർക്കും, മാതാപിതാക്കൾക്കും ഗുരുഭൂതർക്കും മുതിർന്നവർക്കുമൊക്കെ ഇഷ്ടപ്പെട്ട മക്കളായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം. അതിനുള്ള കൃപാവരം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഈശോയിൽ നിന്നാണല്ലേ ലഭിക്കുന്നത്. അതിനുള്ള കൃപാവരത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങണം. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. ഈശോയെപ്പോലെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മകനായിട്ട് മകളായിട്ട് എന്നെ മാറ്റണമേ എന്നുള്ള പ്രാർത്ഥന. അത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ ഉരുവിടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിലായോ? എല്ലാവർക്കും പാഠം ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. പാഠത്തിലെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുത്ത് നല്ല മിടുക്കരി പിള്ളേരായിട്ട് വളരണം. ഈശോയുടെ സ്നേഹം നമ്മുടെ കൂടെ എന്നും ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുള്ള കൃപാവരം ദൈവം നമ്മൾക്ക് എന്തായാലും പ്രദാനം ചെയ്യും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.